പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സെപ്റ്റംബർ മാസം 19-ാം തീയതി പരിശുദ്ധ ലാസലറ്റ് മാതാവിൻ്റെ തിരുനാൾ സഭ ആഘോഷിക്കുന്നു. വിശുദ്ധനായ അൽഫോൺസ് ലിഗോരി ഇപ്രകാരം പറയുന്നുണ്ട്: മറിയത്തിൻ്റെ ജനനത്തിന് മുൻപ് ലോകം മുഴുവനും ഭൂമി മുഴുവനും അന്ധകാരമായിരുന്നു. എന്നാൽ മറിയത്തിൻ്റെ ജനനത്തോടുകൂടി പുതിയ ഒരു അരുണോദയം ഈ ഭൂമിയിൽ സംഭവിച്ചു. സ്നേഹമുള്ളവരെ, ലാസലറ്റ് മാതാവ് എന്ന് ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും. ഇനി കേട്ടിട്ടില്ലാത്തവർക്കും കേട്ടവർക്കും വേണ്ടി ഇന്നേ ദിവസം ഈ ലാസലറ്റ് മാതാവിനെക്കുറിച്ച് ഒന്ന് കേൾക്കുവാനും പഠിക്കുവാനും കുറച്ച് കാര്യങ്ങൾ അറിയുവാനുമൊക്കെ ഒന്ന് പരിശ്രമിക്കാം. എന്താണ് ലാസലറ്റ് എന്ന് പറയുന്നത്? ലാസലറ്റ് മാതാവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലൂർദിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ട് ലൂർദ് മാതാവ് എന്നറിയപ്പെടുന്നു. ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു, ഫാത്തിമ മാതാവ്. വേളാങ്കണ്ണിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു, വേളാങ്കണ്ണി മാതാവ്. അതുപോലെ ലാസലറ്റ് എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ഫ്രാൻസിൽ ആൽപ്സ് പർവ്വത നിരകളോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ, ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ലാസലറ്റ്. ചെറിയ സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ, ചെറിയ ഗ്രാമം ലാസലറ്റ്. 1846 സെപ്റ്റംബർ മാസം 19-ാം തീയതിയാണ് പരിശുദ്ധ അമ്മ ലാസലറ്റ് കുന്നിൻ മുകളിൽ മാക്സിമിൻ ജീറൂഡ്, മെലനി കാൽവെറ്റ് എന്ന ഇടയ പൈതങ്ങൾക്ക് ദർശനം നൽകുന്നത്. ഇത്രമാത്രം ഒന്ന് മനസ്സിൽ കോറിയിടുക. അപ്പോൾ ലാസലറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അത് ആ സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് കൊണ്ട് ലാസലറ്റ് മാതാവ് എന്ന് അറിയപ്പെടുന്ന ഒരു വിശ്വാസമാണ്. ലാസലറ്റ് എന്ന് പറയുന്ന ലാസലറ്റ് സന്യാസ സഭ ഒരു കോൺഗ്രിഗേഷനും കൂടിയുണ്ട്, മിഷണറി സഭയുണ്ട്. ആ സഭയിൽ അംഗമാണ് ഞാൻ. ജെൻസൺ ലാസലറ്റ് എന്ന് പറയുമ്പോൾ ലാസലറ്റ് സഭയാണ് എൻ്റേത്. സ്നേഹമുള്ളവരെ, എന്താണ് ഈ മാതാവിൻ്റെ പ്രത്യക്ഷം നമുക്ക് നൽകുന്ന സന്ദേശം? എന്താണ്? 3 അർത്ഥതലങ്ങൾ വെച്ച് ഈ ഒരു വിചിന്തനം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത്, മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോഴുണ്ടായ ഫ്രാൻസിലെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ചിന്ത നമ്മൾ നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ പ്രത്യക്ഷത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കും. രണ്ടാമതായിട്ട്, മാതാവിൻ്റെ വേഷവിധാനങ്ങൾ, മാതാവ് തിരഞ്ഞെടുത്ത കുട്ടികൾ, അവരുടെ പ്രാധാന്യം എന്താണ്? മൂന്നാമതായിട്ട് പറയുന്നത്, മാതാവിൻ്റെ നൽകിയ സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. നമ്മളിത് ഇതേ ഓർഡറിലല്ലെങ്കിലും ഈ 3 നമ്മളൊന്ന് വിവക്ഷിക്കുകയാണ്. സ്നേഹമുള്ളവരെ, 1846 സെപ്റ്റംബറിലാണല്ലോ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്, 19-ാം തീയതി. ഒരു തവണയേ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ ലാസലറ്റിൽ. ലൂർദിലൊക്കെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പലതവണ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ലാസലറ്റിൽ ഒറ്റൊരു തവണ 1846 സെപ്റ്റംബർ 19 ഒരു ശനിയാഴ്ചയായിരുന്നു, അന്നാണ് പ്രത്യക്ഷം നൽകിയത്. ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്, ഫ്രാൻസ് ദേശം എന്ന് പറയുന്നത് ഏറ്റവും വിശ്വാസത്തിന് വേരൂന്നപ്പെട്ട ഒരു ദേശമായിരുന്നു. ഫ്രാൻസ് ദേശം എന്ന് പറയുന്നത്, അസീസിയിലെ ഫ്രാൻസിസ് എന്ന് പറയുന്ന വ്യക്തി, നമുക്കറിയാമല്ലോ, വിശുദ്ധനായ ഫ്രാൻസിസ് അസീസി. ആ പുണ്യവാളൻ്റെ പേര് ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്നായിരുന്നു, സ്നാപയോഹനാൻ എന്നായിരുന്നു. എന്നാൽ ഈ ഫ്രാൻസ് പ്രചാരം നേടിയ ഒരു നാടായതുകൊണ്ട്, ദേശമായതുകൊണ്ട്, ഈ തൻ്റെ മകനെ സ്നാപയോഹനാൻ എന്നുള്ള പേര് മാറ്റി ഫ്രാൻസിസ് എന്നുള്ള പേര്, ഫ്രാൻസ് ദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പേര് ഫ്രാൻസിസ് അസീസിയുടെ അപ്പൻ ഇടുകയായിരുന്നു. ആലോചിച്ച് നോക്കണം, അപ്പോൾ എത്രമാത്രം പോപ്പുലറായിരുന്നു, വാണിജ്യ കേന്ദ്രമായിരുന്നു ഫ്രാൻസ്. ഇനി വിശ്വാസത്തിനായാലും 9-ാം പിയൂസ് മാർപ്പാപ്പ പറയുന്നത് പ്രകാരമാണ്, ഫ്രാൻസ് ദേശം ഒരിക്കലും അധപതിക്കുകയില്ല. എന്തെന്നാൽ മാതാവ് സ്വന്തം കരങ്ങളിൽ മാതാവിൻ്റെ കരങ്ങളിൽ അർപ്പിക്കപ്പെട്ട ദേശമാണ് ഫ്രാൻസ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണമുള്ള, മാധ്യസ്ഥമുള്ള ദേശമാണ് ഫ്രാൻസ്. അതുകൊണ്ട് ഫ്രാൻസ് ഒരിക്കലും നശിക്കുകയില്ല എന്ന് 9-ാം പിയൂസ് മാർപ്പാപ്പ പറയുന്നുണ്ട്. ഇനി മാത്രമല്ല, കത്തോലിക്ക സഭയുടെ മൂത്ത പുത്രി എന്നുവരെ ഫ്രാൻസ് അറിയപ്പെട്ടിരുന്നു. എന്നാൽ ഇത്രമാത്രം വിശ്വാസം ആഴപ്പെട്ട ഈ ദേശത്ത് ഫ്രഞ്ച് വിപ്ലവത്തോടുകൂടി ഒരു മൂല്യച്യുതി, വിശ്വാസച്യുതി സംഭവിക്കുകയാണ്. ജോൺ മരിയ വിയാനിയുടെ ചിന്തകൾ പങ്കുവച്ചപ്പോൾ പറയപ്പെടുകയുണ്ടായി, അല്ലെങ്കിൽ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ജോൺ മരിയ വിയാനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ ജനിച്ച ഒരു പുത്രനാണ്.
വിയാനിക്ക് അതുകൊണ്ട് തന്നെ പഠനങ്ങൾ പിന്നീട് ഒരുപാട് നാൾ കഴിഞ്ഞ് 20-ാം വയസ്സിലേക്കാണ് ജോൺ മരിയ വിയാനി കലാലയത്തിൽ നല്ലൊരു വിദ്യാഭ്യാസം കിട്ടാനായിട്ട് അദ്ദേഹത്തിന് അവസരം ലഭിച്ചതും പിന്നീട് പഠിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നതും. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ വിശ്വാസം ക്ഷയിക്കുകയാണ്. ഒരുപാട് പള്ളികൾ, ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു. മിഷണറിമാർ തെരുവീതിയിൽ ഇറങ്ങി. സന്യാസ മഠങ്ങളിൽ നിന്ന് സിസ്റ്റേഴ്സ് പുറത്തുപോയി. അച്ഛന്മാർ പൗരോഹിത്യം ഉപേക്ഷിച്ചു. 18,000-ലധികം മിഷണറിമാർ അവർ ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാക്കൾ അവരെ കൊന്നുകളഞ്ഞു. ഫ്രാൻസിലെ നോത്രദാം കത്തീഡ്രലിൽ അവർ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് അനാശാസ്യ പ്രവർത്തിക്ക് ആ ബലിപീഠത്തിൽ ഉപയോഗിച്ച് അങ്ങനെ വിശ്വാസത്തെ അങ്ങനെ തകിടം മറിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. ഏകദേശം അതിന് ശേഷമാണ് ഈ പരിണാമ സിദ്ധാന്തം, മനുഷ്യൻ കുരങ്ങനിൽ നിന്നാണ് എന്നൊക്കെയുള്ള സിദ്ധാന്തങ്ങൾ വരുന്നതൊക്കെ ആ കാലഘട്ടത്തിൽ. ദൈവനിഷേധം എന്നും എല്ലാവിടെയും ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. സ്വാതന്ത്ര്യം, സമത്വം, സ്വാഹോദര്യം, ദൈവം വേണ്ട. ഈ വിപ്ലവ ഗീതങ്ങളിലൂടെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ വിപ്ലവ ഗീതങ്ങളിലൂടെ ജനം തെരുവിലേക്ക് ഇറങ്ങുകയാണ്. വിശ്വസിച്ചിട്ട് എന്ത് കാര്യം? ദൈവം മരിച്ചു. ഫ്രെഡറിക് നീഷയൊക്കെ പിന്നീട് ആ കാലഘട്ടങ്ങളാണ് വരുന്നത്. ഗാഡ് ഈസ് ഡെഡ്. അപ്പോൾ ഇങ്ങനെ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുമ്പോഴൊക്കെ ദൈവം ഈ ഭൂമിക്ക് നൽകിയ അമ്മ ഇടപെടുന്നുണ്ട്. സഹരക്ഷകയാണ് പരിശുദ്ധ അമ്മ. ആലോചിച്ച് നോക്കിക്കേ, ഏറ്റവും കൂടുതൽ പ്രത്യക്ഷങ്ങൾ മരിയൻ പ്രത്യക്ഷങ്ങളാണ്. ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടു, ലാസലേറ്റിൽ പ്രത്യക്ഷപ്പെട്ടു, ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ലൂർദിൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിന് 12 വർഷം മുൻപ് 1846 പരിശുദ്ധ അമ്മ ലാസലേറ്റ് മലയിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. എങ്ങനെയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്? അമ്മ ഒരു പാറക്കല്ലിൽ ഇരുന്ന്, ആ രൂപത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, പാറക്കല്ലിലിരുന്ന് ഇരുകരങ്ങളിൽ മുഖമമർത്തി കരഞ്ഞുകൊണ്ടാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. മുഴുവൻ സമയം കണ്ണീര്, കരഞ്ഞുകൊണ്ട് വിതുമ്പിക്കൊണ്ട് അമ്മ പ്രത്യക്ഷപ്പെട്ടു. കുട്ടികൾ ആടുകളെ മേയ്ക്കുകയായിരുന്നു. ആടുകൾ മേഞ്ഞുകൊണ്ടിരിക്കുന്ന ആടുകൾ അവർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് ഒന്നൊന്ന് മയങ്ങിക്കഴിഞ്ഞപ്പോൾ ആടുകളെ കാണുവാനില്ല. അവരൊരു കുന്നിൻ മുകളിലേക്ക് കയറി കുന്നിൻ്റെ താഴ്വരയിൽ നോക്കുമ്പോൾ അവിടെ ആടുകളിൽ നിന്ന് മേയുന്നുണ്ട്. തിരിച്ചു വന്ന് അവർ ഭക്ഷണം കഴിക്കാനിരുന്ന ആ കല്ലിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ആ കല്ലിൻ്റെ അടുത്ത് വലിയൊരു പ്രകാശഗോളം കാണുന്നു. ആ പ്രകാശഗോളത്തിന് നടുവിൽ ഒരു സ്ത്രീ ഇരുന്ന് കരയുകയാണ്. അവർ പേടിച്ചു, അത് ഭൂതമാണെന്നൊക്കെ പറയുകയാണ്. പക്ഷെ പിന്നീട് ആ സ്ത്രീ എഴുന്നേറ്റ് അവരെ സ്നേഹത്തോടുകൂടി തൻ്റെ അരികിലേക്ക് വിളിക്കുന്നുണ്ട്. ഈ സ്ത്രീ ഒരു പ്രകാശ വലയത്തിലായിരുന്നു. മുഴുവൻ സമയം ലാസലേറ്റിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മുഴുവൻ സമയവും കരഞ്ഞുകൊണ്ട് മാതാവ് സന്ദേശം നൽകിയ ഏക സ്ഥലം ലാസലേറ്റാണ്. ഈ മാക്സിമിൻ, മെലനി എന്ന് പറയുന്ന 11 വയസ്സ് പ്രായമുള്ള മാക്സിമിനും 15 വയസ്സ് പ്രായമുള്ള മെലനി കാൽവറ്റും, ഇവരാണ് ഈ ദർശനത്തിലെ കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ മാതാവ് ഇങ്ങനെ പാറക്കല്ലിലിരുന്ന് കരയുന്നതായിട്ട് ഇവർ കാണുന്നു. ഈ കുട്ടികളെ മാതാവ്, ഭയചകിതരായ കുട്ടികളെ മാതാവ് അടുത്ത് വിളിച്ചവരോട് സംസാരിക്കുകയാണ്. അപ്പം പിന്നീട് കുട്ടികൾ പറയുന്ന പ്രകാരമാണ്. ആ സന്ദേശം എന്താണോ ഞാൻ പിന്നീട് പറയാം. അതിനു മുൻപായിട്ട് ഈ പ്രകാശം എവിടെ നിന്ന് വന്നു? കുട്ടികളോടൊപ്പം ഒരു നായ ഉണ്ടായിരുന്നു. ആ നായയുടെ പേര് പഠിക്കാൻ എളുപ്പമാണ്. ലുലു എന്നാണ് ആ നായയുടെ പേര്. ഈ നായ ഒന്നും കാണുന്നില്ല, ഈ മക്കൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പം ഈ കുട്ടികൾ പറയുന്ന പ്രകാരമാണ് ആ പ്രകാശഗോളം, അമ്മയുടെ ചുറ്റുമുള്ള പ്രകാശം പരന്നത് മുഴുവനും ഒരു കുരിശിൽ നിന്നാണ്. നിങ്ങൾ ഈ കുരിശ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഇതാണ് ലാസലേറ്റ് കുരിശ് എന്ന് പറയുന്ന കുരിശ്. ലാസലേറ്റ് ക്രോസ്, ബെനഡിക്റ്റൈൻ ക്രോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഫ്രാൻസിസ്കൻ താവ് കുരിശ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ലാസലേറ്റ് കുരിശാണ്. ഇതിൻ്റെ ഒരു വശത്ത് ചുറ്റുകയും മറുവശത്ത് ചവണയും നമുക്ക് കാണുവാൻ സാധിക്കും. ഫ്രാൻസിൽ ലാസലേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാരടത്തിൽ ഇങ്ങനൊരു ക്രൂശിത രൂപം ഉണ്ടായിരുന്നു. ഒരു ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട ഒരു ക്രൂശിത രൂപം. ഈ ക്രൂശിത രൂപത്തിൽ നിന്നാണത്രേ പ്രകാശം ജ്വലിച്ചുകൊണ്ടിരുന്നത്. ലാസലേറ്റിൽ മാത്രമാണ് മാതാവ് മാരടത്തിൽ ക്രൂശിത രൂപം ധരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടുള്ളത്. ഈ ക്രൂശിത രൂപത്തിൻ്റെ ഒരു വശത്ത് ചുറ്റുകയും മറുവശത്ത് ചവണയും ഉണ്ടായിരുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ, രക്ഷ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ പുത്രൻ, ക്രൂശിതനായ എൻ്റെ പുത്രൻ്റെ അരികിലേക്ക് തിരിച്ച് മാനസാന്തരപ്പെട്ട് നിങ്ങൾ വരണം. ചുറ്റുക സൂചിപ്പിക്കുന്നത് ഈശോയെ കുരിശിൽ തറയ്ക്കാൻ ഉപയോഗിച്ച ഒരു ഉപകരണമാണല്ലോ ചുറ്റിക. കുരിശിൽ നിന്ന് ആണികൾ ഊരി ഇറക്കുവാൻ ഉപയോഗിച്ച ഉപകരണമാണ് ചവണ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രകാരമാണ്, മനുഷ്യൻ എപ്പോഴൊക്കെ പാപം ചെയ്യുന്നുണ്ടോ ഈശോയെ നമ്മൾ വീണ്ടും കുരിശിൽ തറയ്ക്കുന്നു. പാപത്തിൻ്റെ സൂചികയാണ് ചുറ്റിക. ചവണ
നല്ല കുമ്പസാരം നടത്തുമ്പോൾ, ദൈവവുമായിട്ട് ഐക്യപ്പെടുമ്പോൾ, പരസ്പരം സ്നേഹത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഈ അനുതാപത്തിലൂടെ കർത്താവിന് കുരിശിൽ നിന്ന് ആണികൾ ഊരി നമ്മൾ അനുഗ്രഹിക്കാൻ തക്ക രീതിയിൽ അവിടുന്ന് വിടുതൽ പ്രാപിക്കുന്നു. അനുരഞ്ജനത്തിൻ്റെ, പശ്ചാത്താപത്തിൻ്റെ, ദൈവ ഐക്യത്തിൻ്റെ അടയാളമാണ് ചവണ. പാപം അനുതാപം, പാപം അനുരഞ്ജനം. അതാണ് ലാസലറ്റ് കുരിശിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി മാതാവിൻ്റെ വസ്ത്രദാനവും കുട്ടികളെയും കുറിച്ച് പറയുന്നതിന് മുൻപ് പെട്ടെന്ന് മാതാവിൻ്റെ സന്ദേശങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. ലാസലറ്റ് മാതാവ് എന്ന പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ ലഭ്യമാകും. എന്നാൽ അവയൊന്നും പലതും ശരിയല്ല. പല രീതിയിൽ ലാസലറ്റിൻ്റെ മെസ്സേജുകൾ, സന്ദേശങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. സുപ്രധാനമായും ഒരു 9 സന്ദേശങ്ങളാണ് മാതാവ് നൽകുന്നത്. ഈ 9 സന്ദേശങ്ങൾ നോക്കിയതിന് ശേഷം മാതാവ് ധരിച്ചിരുന്ന വസ്ത്രം, മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് സമയമനുസരിച്ച് പോകാനായിട്ട് പരിശ്രമിക്കാം. ഒന്നാമത്തെ ആശയം, മാതാവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭയചകിതരായ മക്കളെ അരികത്തേക്ക് വിളിച്ചുകൊണ്ട് മാതാവ് നൽകിയ ആദ്യത്തെ സന്ദേശപ്രകാരമാണ്, ഭയപ്പെടേണ്ട മക്കളെ, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, എനിക്ക് നിങ്ങളോടൊരു വലിയ വിശേഷം പങ്കുവയ്ക്കുവാനുണ്ട്. ബൈബിളിൽ 365 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള വാക്കാണ് ഡു നോട്ട് ബി അഫ്രെയ്ഡ്. സ്വർഗത്തിൻ്റെ അമ്മ ഭൂമിയിൽ വന്നപ്പോൾ കുട്ടികൾ പറയുന്ന പ്രകാരമാണ്, ഈ അമ്മയുടെ കാല് നിലത്ത് കുത്തിയിരുന്നില്ല. അവൾ കരഞ്ഞു, പക്ഷെ കണ്ണീര് നിലത്ത് വീണില്ല. അപ്പോൾ ഭൂമിയിൽ പാദം കുത്താതെ, കണ്ണീര് വീഴ്ത്താതെ കരഞ്ഞുകൊണ്ട് ഈ അമ്മ ഈ കുട്ടികളെ മാടി വിളിച്ചത് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കാണ്. ഭയപ്പെടരുത്. ദൈവം ഒരാളെയും ഭയപ്പെടുത്തുന്ന വ്യക്തിയല്ല. ദൈവത്തിൻ്റെ അരികിലേക്ക് വരാൻ നമ്മൾ ആരും ഭയപ്പെടേണ്ട. ഈ അമ്മ ആദ്യത്തെ സന്ദേശം നൽകി, ഭയപ്പെടേണ്ട മക്കളെ, അടുത്തു വരും എന്ന് പറഞ്ഞപ്പോൾ ഇവർ അമ്മയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. ഒരാൾക്ക് ഇവരുടെ ഇടയിൽ ഇവിടെ കടന്നു പോകാൻ ഒരു അവസരമില്ലാത്ത രീതിയിൽ ഇവർ അത്രമാത്രം അമ്മയോട് ചേർന്ന് നിന്നു. എന്നിട്ട് കുട്ടികൾ പറയാണ്, ഇത്രയും മധുരതരമായിട്ട് ഒരാളും സംസാരിച്ചിട്ടില്ല. ഹെയർ വോയിസ് വാസ് സോ സ്വീറ്റ്. അത്ര മധുരമുള്ള വാക്കായിരുന്നു, കാതുകൾക്ക് ഇമ്പമുള്ള വാക്കുകളായിരുന്നു അവളുടെ എന്നുള്ളത്. അപ്പോൾ ഭയം വിട്ടുമാറണം ദൈവത്തിന് മുൻപിൽ. ഭയമുള്ളിടത്ത് പിശാച്, ഭയം വിട്ടുമാറുന്നിടത്ത് ദൈവത്തിൻ്റെ കൃപ. ഇതാണ് മറിയം നൽകുന്ന ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സന്ദേശം എന്ന് പറയുന്നത്, സ്നേഹമുള്ളവരെ, അമ്മ പറയുന്നു, മനുഷ്യൻ പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ എൻ്റെ മകൻ്റെ വിധിയുടെ കരങ്ങൾ ഇനിയും തടഞ്ഞു നിർത്താൻ എനിക്ക് സാധിക്കുകയില്ല. മാതാവ് സഹരക്ഷകയാണ്. നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് മാതാവ് കരമുയർത്തി നിൽക്കുകയാണ്. തൻ്റെ പുത്രൻ്റെ കരം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേൽ ജനം അമലേക്കരുമായുള്ള യുദ്ധത്തിൽ മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് മോശയുടെ കരം എപ്പോൾ താഴ്ന്നു പോകുന്നുവോ അപ്പോൾ അവർ യുദ്ധത്തിൽ പരാജയപ്പെടും. അങ്ങനെ അഹറോനും ഹൂറും കൂടി മോശയുടെ കരം ഉയർത്തിപ്പിടിക്കുന്നു. അതുപോലെ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ ഈ ഭൂമിയെ മുഴുവൻ നമ്മളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി തൻ്റെ പുത്രൻ്റെ കരം ഇങ്ങനെ താങ്ങി നിർത്തുകയാണെന്ന്. ഇതെപ്പോൾ വിടുന്നുവോ അപ്പോൾ നമ്മൾ നശിക്കും. അതുകൊണ്ട് പറയുന്ന പ്രകാരമാണ്, പാപത്തിൻ്റെ വഴി ഉപേക്ഷിച്ച് യു കം ബാക്ക് ടു ഹിം, ദൈവസന്നിധിയിലേക്ക്, പുത്രൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകണമെന്നുള്ള വലിയ ഒരു മാനസാന്തരത്തിൻ്റെ സന്ദേശം പരിശുദ്ധ അമ്മ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ലാസലറ്റ് മാതാവിനെ അനുരഞ്ജനത്തിൻ്റെ അമ്മ, മാനസാന്തരത്തിൻ്റെ അമ്മ, കരഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് കണ്ണുനീരിൻ്റെ അമ്മ, കണ്ണുനീരിൻ്റെ മാതാവ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ സന്ദേശം, ദൈവ തിരുസന്നിധിയിലേക്ക് തിരിച്ചു വരണം, റിക്കൺസൈൽ വിത്ത് ഗാഡ്. മൂന്നാമത്തെ സന്ദേശം പ്രകാരം പറയുന്നത് പ്രകാരമാണ്, എത്ര നാളായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്നു, നിങ്ങളോ അത് ഗൗനിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും, പാപപരിഹാര പ്രവൃത്തികൾ ചെയ്താലും നിങ്ങളെ പ്രതിയുള്ള എൻ്റെ സഹനത്തിന് തുല്യമാകില്ല. എന്തെന്നാൽ എൻ്റെ മകൻ നിങ്ങളെ കൈവിടാതിരിക്കാനായി ഞാൻ അവനോട് നിരന്തരം അപേക്ഷിക്കുന്നു. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി എടുക്കുന്ന സഹനങ്ങൾ വർണ്ണനാതീതമാണ് എന്നാണ് അർത്ഥം. അവൾ അത്രമാത്രം നമുക്ക് വേണ്ടി സഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുത്രസമക്ഷം അവൾ കരങ്ങൾ ഉയർത്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
അപ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഇടപെടുന്ന ഒരു അമ്മയാണ്. കാനായിൽ ഇടപെട്ടതുപോലെ പരിശുദ്ധ അമ്മ കാൽവരി കുരിശ് തൻ്റെ പുത്രൻ്റെ സഹനത്തിൽ ചേർന്ന് നിന്നതുപോലെ മാനവകുലത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നിരന്തരം ഇടപെടുന്ന അമ്മയാണ് പരിശുദ്ധ അമ്മ എന്ന് ലാസലറ്റ് മലയിൽ പരിശുദ്ധ അമ്മ പറയുന്ന മൂന്നാമത്തെ സന്ദേശം. നാലാമത്തത് പ്രകാരമാണ്, 6 ദിവസങ്ങൾ ജോലി ചെയ്യുന്നതിനായി നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. 7-ാം ദിവസം ദൈവത്തിൻ്റേതാണ്, എന്നാൽ ആരും അത് ഗൗനിക്കുന്നില്ല. എൻ്റെ മകൻ്റെ നാമം ഉപയോഗിച്ച് അവർ ആണയിടുന്നു. ഈ പാപങ്ങൾ എൻ്റെ മകൻ്റെ കരങ്ങൾ ഭാരമുള്ളവയാക്കുന്നു. ദൈവത്തിൻ്റെ ദിനം എപ്രകാരം പരിശുദ്ധമായി ആചരിക്കണം എന്ന് പരിശുദ്ധ അമ്മ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാമല്ലോ, സുപ്രധാനമായ കൽപ്പനയാണല്ലോ ദൈവത്തിൻ്റെ ദിനം പരിശുദ്ധമായി ആചരിക്കണം. ആദ്യത്തെ 3 പ്രമാണങ്ങളിൽ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കൽപ്പനകളെക്കുറിച്ച് പരിശുദ്ധ അമ്മ ലാസലറ്റ് മലയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവമാണ് പ്രാധാന്യം. ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകണം. പിന്നീട് അമ്മ ഈ സന്ദേശം വിവരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്ന പ്രകാരമാണ്, വേനൽക്കാലങ്ങളിൽ പ്രായമായ ഏതാനും സ്ത്രീകൾ മാത്രം പള്ളിയിൽ പോകുന്നു. മറ്റുള്ളവർ ഞായറാഴ്ചകളിൽ പോലും വേല ചെയ്യുന്നു. മഞ്ഞുകാലങ്ങളിൽ മറ്റൊന്നും ചെയ്യാൻ കഴിയാത്തപ്പോൾ അവർ സ്വന്തം മതത്തെയും വിശ്വാസത്തെയും കളിയാക്കുവാനും നിന്ദിക്കാനുമായി പള്ളിയിൽ പോകുന്നു. നോമ്പുകാലങ്ങളിൽ പോലും അവർ നായ്ക്കളെ പോലെ ഇറച്ചിക്കടകൾക്ക് മുൻപിൽ പോകുന്നു എന്ന് പരിശുദ്ധ അമ്മ ഈ ഞായറാഴ്ച ആചരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കൂട്ടിച്ചേർത്ത വചനമാണ്. ശരിയല്ലേ? ദൈവത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഞായറാഴ്ച ദേവാലയത്തിൽ പോകാൻ, നോമ്പ് നോക്കാൻ, പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്യാൻ, പരിഹാര പ്രവർത്തികൾ ചെയ്യാൻ നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ അമ്മ ലാസലറ്റ് മലയിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എത്രയോ മർമ്മപ്രധാനമായ സന്ദേശം. 5-ാമത്തെ സന്ദേശം എന്ന് പറയുന്ന പ്രകാരമാണ്, വിളവുകൾ നശിക്കുന്നുവെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഇതിന് ഉത്തരവാദികൾ. ഫ്രാൻസ് ആ ദേശത്തെ ക്ഷാമമാണ്, വിതച്ചതൊന്നുമല്ല കിട്ടുന്നത്, അത്രമാത്രം കഠിനക്ഷാമമാണ്. കഠിനക്ഷാമം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ പറയുന്നത് പ്രകാരമാണ്, വിളവുകൾ നശിക്കുന്നുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെടണം. നമ്മൾ ആലോചിക്കുക, നമ്മുടെ നാടുകളിൽ പണ്ട് കാലഘട്ടങ്ങളിൽ വിളവിറക്കുന്നതിന് മുൻപ് അവർ പള്ളിയിൽ പോയി പരിശുദ്ധ കുർബാന അർപ്പിക്കും, പണം കൊടുത്ത് പരിശുദ്ധ കുർബാന അർപ്പിക്കും. ചിലപ്പോൾ വികാരിയച്ചനും കൊണ്ടുവന്ന് നിളമൊക്കെ വെഞ്ചിരിക്കും. ഇന്ന് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. സ്നേഹമുള്ള കർഷകരെ, എന്നെ ശ്രവിക്കുന്നവർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിളവിറക്കുന്നതിന് മുമ്പ്, ഒരു പുതിയ സംരംഭം ആരംഭിക്കുന്നതിന് മുൻപ് കുടുംബത്തിൽ എന്തെല്ലാം പ്രാധാന്യപ്പെട്ട വിശേഷങ്ങളുണ്ടോ പള്ളിയിൽ പോകണം, ദേവാലയത്തിൽ പോകണം. പറ്റുന്നുണ്ടെങ്കിൽ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണം, കുർബാന ജ്വലിപ്പിക്കണം. അങ്ങനെ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അവിടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് പരിശുദ്ധ അമ്മ ഓർമ്മപ്പെടുത്തുകയാണ്. നിന്റെ മാനസാന്തരം നിന്റെ കുടുംബത്തിൻ്റെ ഐക്യത്തിലേക്കും നിന്റെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം കൊണ്ടുവരുന്നതിനും കാരണമാകും. നീ നന്നായിട്ട് കുമ്പസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. നീ പശ്ചാത്തപിച്ചാൽ നിന്റെ കുടുംബത്തെ കാർഷിക മേഖലകളെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറയുകയാണ്. ഇങ്ങനെ കർഷകർക്ക് വേണ്ടി സംസാരിച്ച ഈ അമ്മയെ കർഷകരുടെ അമ്മ എന്നുകൂടി പറയുന്നുണ്ട്. വസ്ത്രധാരണത്തിൽ അവൾ ഒരു ഏപ്രൺ ധരിച്ചു എന്ന് പിന്നീട് നമ്മൾ പറയും. ഒരു മേൽവസ്ത്രം ധരിച്ചിരുന്നു. അത് കർഷക സ്ത്രീകൾ ധരിച്ചിരുന്ന മേൽവസ്ത്രമാണ്. മാതാവിൻ്റെ ചിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് ഹൃദയം കൂടെ നന്നാവണമെന്ന് അമ്മ ഓർമ്മപ്പെടുത്തിയ ഏക സ്ഥലം ലാസലറ്റാണ്. ഇനി 6-ാമത്തെ സന്ദേശപ്രകാരമാണ്, നിങ്ങൾ അനുതപിച്ചാൽ കല്ലുകളും പാറക്കഷ്ണങ്ങളും ഗോതമ്പ് കൂമ്പാരമായി മാറും. കൃഷിസ്ഥലങ്ങളിൽ ഉരുളക്കിഴങ്ങ് തനിയെ ഫലപ്പുറപ്പെടുവിക്കും. നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു കൂട്ടിച്ചേർക്കലായിട്ട് അമ്മ പറയുകയാണ്, മാനസാന്തരപ്പെടുക. ഹൃദയ പരിവർത്തനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്പർശിക്കുന്ന സകല മേഖലകളും, കാർഷികമാകട്ടെ ബിസിനസ് ആകട്ടെ, അവയൊക്കെ തകർന്നവർ ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾക്ക് ബിസിനസ്സിൽ തകർച്ചയുണ്ടായോ? കാർഷിക മേഖലയിൽ തകർച്ചയുണ്ടായോ? ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ പരാജയമുണ്ടായോ? നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകലെയാണോ? നല്ല കുമ്പസാരം നടത്തിയിട്ടുണ്ടോ? വിശുദ്ധമായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് പുനഃപരിശോധിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടി പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി 7-ാമതായിട്ട് പ്രകാരമാണ്, വീണ്ടും അതേ സന്ദേശത്തിൻ്റെ തന്നെ മറ്റൊരു അടരാണ്, മാനസാന്തരപ്പെട്ടാൽ സമൃദ്ധി താനേ ഉണ്ടാകും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ഉം 6-ഉം തിരുവചനങ്ങളിൽ പറയുന്നുണ്ടല്ലോ, അധ്വാനിക്കുന്നവരുടെ കരങ്ങൾ ബലവത്താകുന്നതോടൊപ്പം ഹൃദയം നുറുങ്ങുകയും മൃദുവാകുകയും ചെയ്യുന്നു. മുന്തിരിവള്ളിയുടെയും ശാഖയുടെയും കഥ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലല്ല പറയുന്നത്. ഈ മുന്തിരിവള്ളി ശാഖയോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ അതിന് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അധ്വാനിക്കുന്നവരെല്ലാവരും ദൈവത്തോട് ചേർന്നെങ്കിൽ മാത്രമേ കുടുംബത്തിലും വിളഭൂമിയിലും ഫലം ഉണ്ടാവുകയുള്ളൂ. 8-ാമതായിട്ട് പരിശുദ്ധമ്മ പ്രാധാന്യം കൊടുക്കുന്നത് പ്രാർത്ഥനയ്ക്കാണ്.
മക്കളോട് ചോദിക്കുകയാണ്, മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? അവർ സത്യം പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല. പരിശുദ്ധ അമ്മ അവരോട് പറഞ്ഞ പ്രകാരമാണ്, മക്കളെ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം, രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കണം. ഇനി നിങ്ങൾക്ക് അധികം സമയം കിട്ടിയില്ലേ, നിങ്ങൾ ഒരു സ്വർഗസ്ഥനായ പിതാവ്, ഒരു നന്മ നിറഞ്ഞ മറിയം, ഒരു ത്രിത്വസ്തുതി എങ്കിലും പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവരെ, എത്രയോ സ്നേഹത്തോടു കൂടിയാണ് പരിശുദ്ധ അമ്മ പറയുന്നത്, നമുക്ക് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ നമ്മൾക്ക് ആകാം, പ്രാർത്ഥിക്കുന്നവരാകണം. അപ്പോൾ പ്രാർത്ഥനയുടെ പ്രാധാന്യം രാവിലെയും വൈകിട്ടും എന്നല്ല, നമുക്ക് സമയം കിട്ടാത്തപ്പോഴൊക്കെ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി ഉരുവിട്ടുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള പരിശ്രമം നമുക്കുണ്ടാകണം. ഇതാണ് 8ാമത്തെ സന്ദേശം എന്ന് പറയുന്നത്. ഇനി അവസാനമായിട്ട് പരിശുദ്ധ അമ്മ നൽകുന്ന സന്ദേശപ്രകാരമാണ്, മക്കളെ നിങ്ങൾ ഈ സന്ദേശം സകല ലോകരെയും അറിയിക്കുവിൻ. ഒരു സുവിശേഷത്തിൻ്റെ പ്രഘോഷണത്തിൻ്റെ സന്ദേശം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാവരെയും നിങ്ങൾ അറിയിക്കുക. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ നമുക്കൊന്ന് ഹൃദയത്തിൽ സ്വീകരിച്ച് പ്രത്യേകമായി അനുരഞ്ജനപ്പെടുവാൻ, മാനസാന്തരപ്പെടുവാൻ, ദൈവത്തിലേക്ക് തിരിയുവാനൊക്കെ പരിശ്രമിക്കാം. ഇതാണ് പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങൾ. അടുത്തൊരാശയം, നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മ ധരിച്ച വസ്ത്രം. പരിശുദ്ധ അമ്മ ലാസലേറ്റിൽ മാത്രമാണ് മാരടത്തിൽ ക്രൂശിത രൂപം ധരിച്ചത്. അവളൊരു ലോഹ പോലെ, അച്ഛന്മാരുടെ ലോഹം പോലെ ഒരു കുപ്പായം ഇട്ടിരുന്നു. ഈ കുപ്പായത്തിന് മുകളിലൂടെ ഒരു മേൽക്കുപ്പായം ധരിച്ചിരുന്നു, ഒരു ഉപരി വസ്ത്രം. അത് കർഷക സ്ത്രീകൾ ധരിച്ചിരുന്ന വസ്ത്രമാണ്. ഏറ്റവും സിമ്പിളായിട്ട് ലാളിത്യത്തോടു കൂടിയാണ് പരിശുദ്ധ അമ്മ ലാസലേറ്റ് മലയിൽ പ്രത്യക്ഷപ്പെട്ടത്. അതാണ് വസ്ത്രത്തിൻ്റെ പ്രത്യേകത. ഇനി അവരുടെ വസ്ത്രത്തിൽ പ്രകാശത്തിൻ്റെ ഒരു കിരീടം ഉണ്ടായിരുന്നു. പ്രകാശത്തിൻ്റെ ഒരു കിരീടം കാണുവാൻ സാധിക്കും. ഇനി ഒരു ചങ്ങല കൊണ്ടൊരു മാല, ആ മാലയിൽ കുരിശ് രൂപം തൂക്കിയിട്ടിട്ടുണ്ട്. ഇനി മറ്റൊന്ന് എന്ന് പറയുന്നത് ചങ്ങല കൊണ്ട് ഒരു ചങ്ങല ഇങ്ങനെ ധരിച്ചിരുന്നു. അത് അവൾ മനുഷ്യകുലത്തിൻ്റെ പാപത്തിൻ്റെ ഭാരം തൻ്റെ പുത്രനോടൊപ്പം അവളും ചുമക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. പാപഭാരം ചുമക്കുന്ന അമ്മ പുത്രനോടൊപ്പം, പാപഭാരം ചുമക്കുന്ന അമ്മ പുത്രനോടൊപ്പം. ഈ സന്ദേശം നൽകുന്നതിനായിട്ട് അവളൊരു ചങ്ങല ധരിച്ചിരുന്നു. ഇനി അവളുടെ പാദത്തിലും ഈ കുരിശിൻ ചുവട്ടിലും റോസാ പുഷ്പങ്ങളുണ്ടായിരുന്നു. ചുമലിൻ്റെ ഇടതുവശത്തോടെ പുഷ്പങ്ങളുണ്ടായിരുന്നു. 3 വർണ്ണങ്ങളിലുള്ള റോസാ പുഷ്പങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. അത് അവൾ സ്വർഗവതിയാണെന്ന് സൂചിപ്പിക്കുവാനും, പിന്നെ ജപമാലയുടെ രഹസ്യങ്ങൾ, അന്ന് മാതാവ് പ്രത്യക്ഷപ്പെടുന്ന കാലഘട്ടങ്ങളിൽ 3 രഹസ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ സഭ അന്ന് പുറപ്പെടുവിച്ചിരുന്നില്ല. അപ്പോൾ അവൾ സ്വർഗവതിയാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അവൾ റോസാ പുഷ്പങ്ങൾ ധരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് പരിശുദ്ധ അമ്മയുടെ വസ്ത്രം. ഇനി തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ, നമുക്കറിയാമല്ലോ ലാസലേറ്റിൽ മാത്രമാണ് കരങ്ങളിൽ ഇങ്ങനെ മുഖമമർത്തി മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്, കരഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീട് അവൾ എഴുന്നേറ്റ് സന്ദേശം നൽകുന്ന 2 കുട്ടികൾക്ക്. പിന്നീട് അവൾ സ്വർഗത്തിലേക്ക് പോവുകയാണ്. അവൾ 5 അടി ഉയർന്ന് ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോവുകയാണ്, കുട്ടികളോട് ടാറ്റ പറഞ്ഞ്. ഈ ലാസലേറ്റ് എന്ന് പറയുന്ന ഗ്രാമവും കുട്ടികളും, ഈ ഗ്രാമം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 7200 അടി ഉയരത്തിലാണ്. 3-4 മാസക്കാലത്തോളം ഇപ്പോഴും മഞ്ഞുമൂടി കിടക്കുന്നൊരു മലയാണ്, അധികം ആരും ചെല്ലാത്ത ഇടം. എന്നിട്ടും പരിശുദ്ധ അമ്മ അവിടെ ചെന്നു. ഈ കുട്ടികൾ അക്ഷരജ്ഞാനമില്ലാത്ത കുട്ടികളാണ് മാക്സിമിനും മെലനിയും. കലാലയത്തിൻ്റെ പടി കണ്ടിട്ടില്ല. അവർക്ക് സ്വന്തമായിട്ട് അധികം നല്ല ഭവനങ്ങളൊന്നുമില്ല. മാക്സിമിൻ്റെ അമ്മ, രണ്ടുപേരും 2 ഭവനങ്ങളിൽ നിന്നാണ്. മാക്സിമിൻ്റെ അമ്മ ഒരു സാധാരണ സ്ത്രീ മരണപ്പെട്ടു, 2ാം അമ്മയാണ് മാക്സിമിനടുത്ത് വളർത്തുന്നത്. മെലനി ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന്. മെലനിയുടെ സ്വന്തം സഹോദരി ഭിക്ഷാടനം നടത്തി ജീവിച്ചിരുന്നു. അത്രമാത്രം ദാരിദ്ര്യത്തിലുള്ള കുട്ടികൾക്കാണ് പരിശുദ്ധ അമ്മ ദർശനം നൽകിയത്. ഈ കുട്ടികൾക്ക് അക്ഷരജ്ഞാനമില്ല. മാതാവ് പ്രത്യക്ഷപ്പെട്ട് 1-2 വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യ കുർബാന സ്വീകരണം ഈ കുട്ടികൾ നടത്തുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ഈ കുട്ടികൾക്ക് വിശ്വാസ പ്രമാണം ഹൃദയസ്ഥമാക്കാനായിട്ട് കഴിഞ്ഞില്ല, മനപ്പാടമാക്കാൻ കഴിഞ്ഞില്ല. എന്നാലും അച്ഛൻ നേരത്തെ സൂചിപ്പിച്ച ആ സന്ദേശങ്ങൾ മുഴുവനും സഭാമേലധികാരികളും പ്രമാണികളുമൊക്കെ മാറ്റി നിർത്തി ചോദിച്ചപ്പോഴും ഇവർ ഇത് വീഴ തെറ്റാതെ പറഞ്ഞു എന്ന് പറയുമ്പോൾ, സ്വർഗം തൊട്ട മക്കൾ എന്നല്ലാതെ ഇവരെന്താ പറയുക? അക്ഷരജ്ഞാനമില്ലാത്ത വ്യക്തികൾ, മക്കൾ, മാതാവ് പറഞ്ഞത് മുഴുവനും അതങ്ങോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് മാതാവ് ആദ്യം ഫ്രഞ്ച് ഭാഷയിൽ സംസാരിക്കുന്നു, പിന്നീട് പച്ചവൈസ് എന്ന് പറയുന്ന ഇവരുടെ സ്വഭാഷയിലും മാതാവ് സംസാരിക്കുകയാണ്. ഇതാണ് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതിലൂടെ മാതാവ് നൽകുന്ന സന്ദേശം. ഏറ്റവും പാവപ്പെട്ടവരുടെ കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. സ്നേഹമുള്ളവരെ, ഇന്ന് പരിശുദ്ധ ലാസലേറ്റ് മാതാവിൻ്റെ തിരുനാൾ സെപ്റ്റംബർ 19 ആഘോഷിക്കുമ്പോൾ
അമ്മ പറഞ്ഞ ഈ സന്ദേശങ്ങൾ നെഞ്ചേറ്റാം. നിങ്ങളെപ്പോഴെങ്കിലും ഈ അമ്മയുടെ രൂപം, ഇന്ത്യയിൽ പ്രചരിക്കുന്ന രൂപമുണ്ട്, മാതാവ് ഇങ്ങനെ കിരീടമൊക്കെ ധരിച്ച് മാറിടത്തിൽ ക്രൂശിത രൂപം ധരിച്ച ഒരു മാതാവിനെ കാണുമ്പോൾ അത് ലാസലേറ്റ് മാതാവാണ്. ചങ്ങല ധരിച്ച മാതാവ് ലാസലേറ്റ് മാതാവാണ്. മാതാവിൻ്റെ കണ്ണീര് കരഞ്ഞുകൊണ്ട് സ്ഥിരം കരയുന്ന അമ്മ, നമുക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അമ്മ ലാസലേറ്റ് മാതാവാണ്. നമുക്കൊന്ന് കരങ്ങൾ കൂപ്പി മിഴികളടച്ച് ഈ ലാസലേറ്റ് മാതാവിൻ്റെ മാറിടത്തിൽ അമ്മ ധരിച്ചിരുന്ന ക്രൂശിത രൂപം, ആ പ്രദേശം മുഴുവനും പ്രകാശം ചൊരിഞ്ഞ ക്രൂശിത രൂപത്തിലേക്ക്, അമ്മയുടെ പുത്രൻ്റെ വിരിമാറിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ മാറിടത്തിൽ ധരിച്ച ആ ക്രൂശിത രൂപത്തോട് ഞങ്ങളുടെ നിയോഗങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, മക്കളെ, ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു. ഇന്ന് ലോകം മുഴുവൻ ലാസലേറ്റ് അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്മ മാതാവേ, നീ പറഞ്ഞതുപോലെ നിൻ്റെ പുത്രനിലേക്ക് തിരിച്ചു വരുവാനുള്ള, മാനസാന്തരപ്പെടുവാനുള്ള, അനുരഞ്ജനപ്പെടുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. പ്രാർത്ഥനയ്ക്ക്, ദേവാലയ ആദരവിന്, പരിശുദ്ധ കുർബാനയ്ക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന നല്ല വ്യക്തികളായി ജീവിക്കുവാനുള്ള കൃപ അമ്മ മാതാവേ ഞങ്ങൾക്ക് നീ നൽകണമേ. പരിശുദ്ധ ലാസലേറ്റ് മാതാവേ, അങ്ങയിൽ അഭയം തേടുന്ന പാപികളായ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.